സോ നെക്സ്റ്റ് ഇതൊരു സ്കിൻ പ്രപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. Our last step. As I said. Hey guys, welcome back to my channel. So I'm so sorry for not posting for like 2 or 3 months. I have been busy with my exams. So നമ്മൾ ഒന്ന് ചെയ്യാൻ പോകുന്ന ഒരു get ready with me ആണ്. I'm gonna shoot a reel. So this is a top from West Side and this is the outfit, guys. So let's get ready. This is a traditional look ആണ്. So like first ഒരു moisturizer യൂസ് ചെയ്യാണ്. This is from Dermaco. You can use a primer too if you want, but I like to use moisturizer more than primer. So you can use primer too, it's fine with both. So guys, next I'm gonna use a foundation from NARS. So this is the foundation I'm gonna use. This is from NARS. So എൻ്റെ കറക്റ്റ് ഷെയ്ഡ് അല്ല ഇത്. സോ വാട്ട് ഐ എം ഗോണ ഡു ഇസ്, ഞാൻ ഫുൾ ഫേസ് ഇടാൻ പോകുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് മച്ച്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളല്ല, ബട്ട് അണ്ടർ ഐസിൽ എനിക്ക് ചെറുതായിട്ട് കണ്ട ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പം ഐ ഡോണ്ട് യൂസ് കൺസീലർ ഓർ കളർ കറക്റ്റർ. സോ ഐ എം ജസ്റ്റ് ഗോണ ടേക്ക് എ ബിറ്റ് ഓഫ് ദിസ് foundation and apply it under my eyes. അണ്ടർ ഐസ് ഒന്ന് ജസ്റ്റ് ബ്രൈറ്റൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഭയങ്കര ഇതായിപ്പോവും. സോ ഐ എം ഗോണ ബ്ലെൻഡ് ഇറ്റ് വിത്ത് എ ബ്രഷ്. നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഐ നോ ദിസ് മൈറ്റ് ലുക്ക് കൈൻഡ് ഗ്രേ റൈറ്റ് നൗ, ബട്ട് ഐ പ്രോമിസ് ദാറ്റ് ഫുൾ ലുക്ക് ചെയ്ത് കഴിയുമ്പം ഇറ്റ്സ് ഗോണ ബി ഗുഡ്. ഇറ്റ്സ് ഗോണ ബി ഫൈൻ. ട്രസ്റ്റ് ദ പ്രോസസ്. കണ്ടോ? ഞാൻ ആക്ച്വലി കൺസീലർ യൂസ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഒരു റീസണും ഇല്ല. കളർ കറക്റ്റർ യൂസ് ചെയ്യാതിരിക്കുന്നതിന് ഒരു റീസൺ ഇല്ല. ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് എന്താണ് കുറേ, അതായത് ബേസിന് കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ലൈക്ക് ബേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഫൗണ്ടേഷൻ, കൺസീലർ, കളർ കറക്റ്റർ, അതൊക്കെയാണ് ബേസിൽ. ബട്ട് അത് കാരണം ഐ ഡോണ്ട് വോണ്ട് മൈ ലൈക്ക് ഭയങ്കര മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഈവൻ ദോ ക്യാമറയിൽ അല്ലെങ്കിൽ ലുക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറേ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിലും ഐ ഡോണ്ട് ലൈക്ക് ടു ഫീൽ ദാറ്റ് ഐ ഹവ് പുട്ട് സോ മച്ച് മേക്കപ്പ്. സോ നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുന്നു. ഐ ഹവ് ബ്ലെൻഡഡ് ഇറ്റ്. ഐ നോ it creased a bit, but I'm not professional, guys, so just bear with this. So next we're gonna do my eyes. So for eyes ആദ്യം നമ്മൾ ഈ ഒരു ഐലറ്റ്സിൽ ഒരു ബേസ് ഷെയ്ഡാണ് യൂസ് ചെയ്യേണ്ടത്. ബേസ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂഡ് സ്കിൻ കളർ ടൈപ്പ് ഓഫ് ഷെയ്ഡ്. അതിനൊരു ഞാൻ ഇങ്ങനെ ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് റെനേൻ്റെ ഒരു ഫിയർലെസ് പാലറ്റാണ്. ബട്ട് ഞാൻ ആക്ച്വലി ഇതറിയാണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഈ ഒരു ഷെയ്ഡ് എടുക്കുക. ഓക്കെ, അത് ഞാൻ അറിയാണ്ട് വാങ്ങിച്ചതാണ് ഈ ഷെയ്ഡ്. ഇതിൻ്റെ ഒരു ബ്ലാക്ക് സാധനം ഉണ്ടായിരുന്നു, ഒരു സ്മോക്കി കൈൻഡ് ഓഫ് ഒരു പാലറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അതായിരുന്നു ഉദ്ദേശിച്ചത്, ബട്ട് ഓർഡർ ചെയ്ത് വന്നപ്പോൾ അറിയാണ്ട് വന്നത് ഇതാണ്. So I don't use pink or bright colors with my eyes. ഞാനിത് ജസ്റ്റ് വന്നപ്പോൾ ഐ ഹാഡ് ട്രൈഡ് ഇറ്റ്, ബട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ബ്രൈറ്റ് ഐസ് സൂട്ട് ഫോർ മീ, ഓർ ഐ ഡോണ്ട് ഇഫ് ഐ ഡിഡ് ഇറ്റ് റോങ്. അതുകൊണ്ടാണോ ചേരാത്തതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഗൈസ്. സോ ജസ്റ്റ് ഫുൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെയാണേലും കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഫുൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഐലറ്റ്സിൽ ഫുള്ള് ഈ ഒരു ബേസ് ടോൺ, കാരണം ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഗൈസ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ഗൈസ്, ബട്ട് കണ്ടോ
ഇങ്ങനെ വേണം. സോ നെക്സ്റ്റ് ഞാൻ ആ കളർ ഐസ് ഞാൻ ലൈക്ക് കളർഡ് ഐ ആക്കുന്നില്ല. ഞാൻ ഐ എം ഗonna skip that part and I'm gonna do glitter. So I'm gonna take this Maybelline New York's Lemonade Craze palette. This palette. So ഇത് ഒന്നും തീർന്നതല്ല, ഇതും പൊട്ടിപ്പോയതാണ്. ഇത് തീർന്നതാണ്. ദിസ് ഓൾസോ തീർന്നതാണ്. തീർന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ഉപയോഗിച്ച ആ സെയിം ഫ്ലഫി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ ഒരു സിട്രസ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡസ്റ്റ് ഓഫ് ചെയ്ത് കളയാം. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. I'm not professional about this, so like I don't know if I'm doing things wrong in the professional way, but എനിക്ക് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ലുക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് I thought to share it with you guys. Trust the process. I bet that you're gonna like it. സോ നെക്സ്റ്റ് ഇതൊരു സ്കിൻ പ്രെപ്പിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനമാണ്. ലിപ് ബാം ഇടുക. നമ്മൾ ജസ്റ്റ് ഇത് വിഷ് കെയറിൻ്റെ ആണ്. ജസ്റ്റ് മേക്ക് യുവർ ലിപ്സ് മോയ്സ്ചറൈസ്ഡ്. അത് ഏതൊരു ലിപ് ബാം ആണെങ്കിലും സീനില്ല. നല്ലൊരു ലിപ് ബാമാണ് ഗൈസ്. ഐ വിൽ ഓൾവേസ് റെക്കമെൻഡ് ദിസ്. Like I've been using this for a year right now and this is so good guys. And skin prep എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു ആൻഡ് ലിപ് ബാം ഇട്ടു, അതൊക്കെ സ്കിൻ പ്രെപ്പിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള സാധനമാണ്. So for next we have blush. For blush we have two options. Elfൻ്റെ ഉണ്ട്, Fay Beautyൻ്റെ ഉണ്ട്. If you're looking for a cheaper option and blush that stays longer and gives really good pigmentation, I would say go for Fay Beauty. But if you're more into the compared to this is more expensive elf one. രണ്ടിൻ്റെയും ഷെയ്ഡ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഓൾമോസ്റ്റ് രണ്ടും ഹോട്ട് പിങ്ക് ആണ്. സോ ലൈക്ക് ഇഫ് യുവർ ഞാൻ Fay Beauty ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യല്ല. കാരണം ദിസ് ഇസ് ഗുഡ് ഗൈസ് ആൻഡ് ദിസ് ഇസ് വേ മോർ ചീപ്പർ ദാൻ ദിസ്. ഐ വോണ്ട് സേ ദിസ് ഇസ് സോ മച്ച് ചീപ്പ്. ഭയങ്കര അഫോർഡബിൾ ആണെന്നൊന്നും ഞാൻ പറയില്ല. ബട്ട് ദിസ് ക്യാൻ ലോങ് ലാസ്റ്റ് എ ലോട്ട് ആൻഡ് പെട്ടെന്ന് തീർന്നു പോവില്ല. കണ്ടോ, ഇങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ 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 ഓൾമോസ്റ്റ് എൽഫിൻ്റെയും ഇതേ ഒരു ഷെയ്ഡ് തന്നെയാണ്. രണ്ടും പിങ്ക് ഷെയ്ഡ്സിലാണ് വരുന്നത്. Fay Beautyക്ക് 500 സംതിങ് ആൻഡ് ഐ തിങ്ക് എൽഫിന് 1000 സംതിങ്. ബട്ട് എൽഫും തീർന്നൊന്നും പോയില്ല കേട്ടോ. ഇത് അനങ്ങിയിട്ടില്ല ഈ സാധനം. ഇതും അനങ്ങിയിട്ടില്ല. സോ പ്രൈസ് വൈസ് ഐ വുഡ് സേ ദാറ്റ് ബോത്ത് ആർ, എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതലാണത്. 5.5 ml. ഐ തിങ്ക് ഇത് കുറച്ചുകൂടെ കൂടുതലാണെന്ന് തോന്നുന്നു. ഐ മീൻ ബോട്ടിൽ സൈസ് കണ്ടിട്ട്. ഐ ലവ് ബ്ലഷ് ഗൈസ്. ഐ ലവ് ഇറ്റ് സോ മച്ച്. നെക്സ്റ്റ് നമ്മളൊരു സ്മോക്കി ഐ എന്ന് പറയില്ല, ബട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. ഞാൻ മാഴ്സിൻ്റെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതധികം വിസിബിൾ ആയിരിക്കില്ല, കാരണം ഐ എം സോ സോറി ഫോർ ബ്ലോക്കിംഗ് ദ വേ. ബട്ട് ഇത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് തീർന്ന സാധനമാണ് ഗൈസ്. അമ്മയുടെ വേറെ ഉണ്ടായിരുന്നു, ബട്ട് അതിപ്പോൾ ഇവിടെ ഇല്ല. അമ്മ അത് കൊണ്ടേക്ക. ചെറിയൊരു
ബ്ലാക്ക് ഷെയ്ഡ് അങ്ങ് കൊടുത്താൽ മതി. ഇഫ് യു ഹാവ് എ നൈസ് കാജൽ വിച്ച് ദിസ് ഇസ് ഇൻ ലൈക്ക് ഇതുപോലെ ബ്രോക്കൺ അല്ലെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഓൺ ആസ് യു ലൈക്ക്. വാട്ട് വി ആർ ഗോണ ഡു നെക്സ്റ്റ് ഇസ് നമ്മൾ ഇങ്ങനൊരു ബ്രഷ് എടുക്കും, ഫ്ലാറ്റ് ബ്രഷ്. നമ്മൾ വി ആർ ഗോണ ബ്ലെൻഡ് ഇറ്റ് ലൈക്ക് ദിസ്. കാണുന്നുണ്ടോ? അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ കാജൽ എഴുതിയ പോലെ അതുപോലെ തന്നെ ഇരിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു സ്മഡ്ജ് ലുക്ക് പോലെ കൊടുക്കുക. കണ്ടോ? നെക്സ്റ്റ് ഐലൈനർ ആണ് ഗൈസ്. സോ ഇത് മേബ്ലൈൻ്റെ ഒരു ഐലൈനർ ആണ്. ബട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ആണ് യൂസ് ചെയ്യല്. എൻ്റെ സ്വിസ് ബ്യൂട്ടി കാണുന്നില്ല. ചേച്ചി എടുത്തുകൊണ്ട് പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് എനിക്ക് മേബ്ലൈൻ ഇസ് ദ ഓൺലി ഓപ്ഷൻ. സ്വിസ് ബ്യൂട്ടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിസ് ബ്യൂട്ടി തൊട്ട അനങ്ങത്തില്ല. അങ്ങനത്തെ ഒരു സോ സോറി ഗൈസ്, എനിക്കിതില്ലാണ്ട് പറ്റുന്നില്ല. ഭയങ്കര തിക്കായിട്ടല്ല, കണ്ടോ ഇങ്ങനൊരു. പിന്നെ ആ ഗോൾഡും ബ്ലാക്കും അതായത് കാജൽ അതുകൂടെ വന്നപ്പോൾ ഒരു ഗ്രീനിഷ് ഇത് വന്നു എന്ന് എനിക്കറിയാം. ബട്ട് നമ്മൾ ഔട്ട്ലുക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ next we're gonna use I mean mascara and it's from Maybelline and this is adipoli guys. I love this mascara, so good. I'm gonna just blink your eyes and really good. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് കണ്ടോ, എൻ്റെ ടിപ്പ് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ലോങ് ടിപ്പ്, ഗുഡ്. This is what happens when I put mascara. I'm always so clumsy guys, so sorry. So guys, next we're gonna use a highlighter. So for highlighter I'm gonna use Charlotte Tilbury's highlighter. So it comes with like a blush പോലത്തെ ഒരു കണ്ടോ, അങ്ങനെ ഒരു സാധനമാണ്. I like it. So ഇവിടെ കൊടുക്കുക പിന്നെ നോസ് കണ്ടൊരു പിങ്ക് ടോൺ കൂടെ ഇല്ലേ. പിന്നെ ഇതുപോലൊരു ബ്രഷ് യൂസ് ചെയ്യുക. ആൻഡ് ഗൈസ് ദിസ് ഇസ് ഫ്രം എൽഫിൻ്റെ ഈ ഒരു സാധനം പറയാണ്ടിരിക്കാൻ വന്നില്ല, ഒരു കുഴപ്പമില്ല. ഇത് എത്രയോ നാളെ ഓൾമോസ്റ്റ് ഒരു 1-2 കൊല്ലമായി ഞാൻ ഈ ബ്രഷ് വാങ്ങിച്ചിട്ട്. ആൻഡ് ഇറ്റ്സ് സോ ഗുഡ്. ഇതിൻ്റെ ബ്രിസിൽസിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് എനിക്ക് ഈ ഷാർലറ്റ് ടിൽബറിൻ്റെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്താ പറയുക, നമുക്കൊരു പിങ്കിഷ് ടോണൂടെ തരുന്നുണ്ട്. പിന്നെ ഇറ്റ്സ് എ ഹൈലൈറ്റർ. സോ ഗൈസ് ഫോർ ബ്രോസ് എനിക്ക് അധികം ബ്രോസ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഫോർ ബ്രോസ് ഐ എം ഗോണ യൂസ് ഗിവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് ഗൈസ്. ഇറ്റ്സ് ഫ്രം Gwen Stefaniൻ്റെ ബ്രാൻഡാണ് ഗൈസ്. സോ ഗുഡ്. ഇറ്റ് കംസ് ലൈക്ക് ഇവിടെ ബ്രൂ പെൻസിൽ പോലത്തെ സാധനം, ഇവിടെ ഒരു സ്പൂളിയാണ്. സോ ഐ എം ജസ്റ്റ് ഗോണ ഇവിടെ ഇച്ചിരി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗ്യാപ്സ് ഒക്കെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എനിക്കറിയാം ഇത് കുറേ എഴുതിയ പോലെ കാണുന്നുണ്ടെന്ന്, ബട്ട് എന്നിട്ട് ഇങ്ങനെ ഒരു സ്പൂള് വെച്ചിട്ട് ജസ്റ്റ് blend it all out, brush your brows. കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും, നമ്മളത് എഴുതിയ പോലെ തോന്നത്തില്ല.
ഇറ്റ് വിൽ ലൈക്ക് ഒരു ബ്ലർഡ് സ്മഡ്ജ്ഡ് എഫക്റ്റ് കിട്ടും. സോ നെക്സ്റ്റ് our last step, lips. So for lips I'm gonna use Mary Jokinde ഒരു lip liner ആണ് in the shade deep maroon. This is really affordable guys. ഇത് 69 or 79 something ഉള്ളൂ ഇതിന്. So what I'm gonna do is just line your lips. ഞാൻ എൻ്റെ ലിപ്സിൻ്റെ ഷേപ്പിൽ തന്നെയാണ് കൂടുതലും ചെയ്യൽ. അല്ലാതെ ഓവർലൈൻ ചെയ്യണ ഇച്ചിരി ചെയ്യും, അല്ലാണ്ട് ഐ വോണ്ട് ഓവർ ഡു ഇറ്റ്. കാരണം ഐ ജസ്റ്റ് ഡോണ്ട് ഫീൽ ലൈക്ക് ബിഗ് ലിപ്സ് സൂട്ട് മീ. സോ ഈ ഇന്നർ കോർണറിലോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് മീയുടെ ഒരു ഫോർ എവർ മാറ്റ് ലിപ് കളറാണ്. ദ ഷെയ്ഡ് ന്യൂ ഡ്രീം ആണ് ഗൈസ്. ജസ്റ്റ് ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. Last step. This step is really main in this. കാരണം ഈ ഒരു ഇത് ചെയ്താലാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവുക. ബിൻഡി പൊട്ടാണ് ഗൈസ്. So I don't know which color I should take. Maybe like a dark maroon or something would look good, I guess. ഈ ഒരു കളർ ഉപയോഗിച്ചാലോ എന്നാണ് ഐ എം തിങ്കിങ്. ഷിറ്റ്. ഇത് വേണോ ഈ കളർ? ഐ തിങ്ക് ഇറ്റ്സ് ടു ബിഗ്, ബട്ട് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഫോർ ലൈക്ക് കളേർഡ് ഓപ്ഷൻ. പക്ഷേ ഇതൊരു പച്ചയുണ്ട് ഗൈസ്. But I don't think that, as I said, bright colors won't suit me. ഈ പണ്ടത്തെ സീരിയലിലൊക്കെ ഉള്ള അവരിതുപോലെ ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാം താഴെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് I think this is okay. Last and final step, jewelry. So for jhumka, we have so many options. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഞാൻ കുറേ വാങ്ങിച്ചു. ആൻഡ് ബ്രോ ഐ എം നോട്ട് ഗണ ലൈ, വിലക്കുറവിന് അടിപൊളി സാധനമാണ്. ഇതെത്താലോ. So many options ഉണ്ട്, but I love this one. എന്ത് വട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, ബട്ട് നമുക്ക് ഓരോ വീഡിയോയിലും ഓരോന്ന് ഇടാലോ. ഓ ഗുഡ്, ചേരുന്നുണ്ടല്ലേ. ബ്രോ ദിസ് ഇസ് സോ ഗുഡ് ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടോ. ഞാൻ മുടി കളറടിച്ചു ഗൈസ് വീണ്ടും. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ലെറ്റ് മീ നോ യുവർ ഒപ്പീനിയൻ ആൻഡ് തോട്ട്സ് അബൌട്ട് ദിസ് ലുക്ക് ഇൻ ദ കമൻറ്റ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഓർ എനിത്തിങ്, ഐ നോ ഐ എം നോട്ട് എ പ്രൊഫഷണൽ, ബട്ട് ലൈക്ക് ഇഫ് യു വോണ്ട് ടു നോ അബൌട്ട് എനിത്തിങ് just comment, ask me in the comments. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. So thank you so much for watching. If you like this video, please like it and share it to someone that you like, and please subscribe if you like so. Okay, so guys, bye. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.